ഹലോ ഗെയ്സ്, ഞാനിന്നിവിടെ അൽഫാം ഉണ്ടാക്കാൻ വെച്ച് തീരുമാനിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്, വീട്ടിലുണ്ടാക്കിയിട്ട് നല്ല അടിപൊളി. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങണിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വീട്ടിലിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇതുവരെ സബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഇവിടെ ഞാനിപ്പോൾ 2 കിലോ ചിക്കൻ അൽഫാമിന് വേണ്ട രീതിയിൽ ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി കടയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരണം കേട്ടോ. ഇത് നന്നായി വരഞ്ഞ് കൊടുക്കുക കത്തി കൊണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ നന്നായിട്ട് വരക്കണം കേട്ടോ. കീറി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, നമുക്ക് കഴിക്കില്ലേ മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 കിലോ ചിക്കനക്ക് 2 സവാള, 2 തക്കാളി, ഒരു 8-10 പച്ചമുളക്, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം, വലിയ ജീരകം, കുരുമുളക്, പിന്നെ ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെ കൂടെ ഇട്ടിട്ടേ ഗ്രാമ്പൂ, ഏലക്കായ് ഇതൊക്കെ കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കട്ടോ. ചെറുനാരങ്ങൻ്റെ നീരും ഒഴിക്കതിക്ക് കുറച്ച് സുറുക്കി ഒഴിക്കും. നന്നായി അരച്ചെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ്, നമുക്ക് അരച്ച മസാല ഇതിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇതൊക്കെ ഒന്ന് അരച്ച് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടേ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾ എരിവിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പച്ചമുളകും കുരുമുളകും ഒക്കെ ഇതിൽ അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മുളകും പൊടിൻ്റെ എരിക്ക് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇറച്ചിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 കിലോ ഇറച്ചിക്കുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിനിട്ടിട്ട് നമുക്ക് ഏലക്കായ്, കറുകപ്പട്ട, നന്നായി ഗ്രാമ്പൂ ഒന്ന് പൊടിച്ചങ്ങാണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴക്കുമ്പോൾ കയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ ചുട്ടെത്തും. കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കൂടെ നന്നായി കുഴച്ച് തിരുമ്മി നല്ലോണം മസാല തിരുമ്മി പിടിപ്പിച്ചിട്ടേ ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെക്കണം കേട്ടോ. 4-5 മണിക്കൂർ. രാവിലെ ഇത് തിരുമ്മി വെച്ചിട്ട് വൈകുന്നേരത്താണിത് പാചകം ചെയ്തത് കേട്ടോ. പുറത്ത് കൊണ്ടിങ്ങാണ്ട് ചിരട്ടൻ്റെ കനലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചിക്കനൊക്കെ നന്നായി മസാല പിടിച്ചിട്ടോ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെച്ച് രാവിലെ തിരുമ്മി വെച്ചാൽ ഫ്രിഡ്ജിൽ താഴത്തെ കേട്ടോ, ഫ്രീസറിലല്ല വെച്ചത്, താഴത്തെ വെച്ചിരുന്നു. ഇനി നമുക്കൊന്ന് ഒരു കനലൊക്കെ ഉണ്ടാക്കിയിട്ടേ ഓടൊക്കെ പുറത്ത് കൂട്ടി ചിരട്ട കത്തിച്ച് നല്ല കനലുണ്ടാക്കിട്ടോ. എന്നിട്ട് നമ്മൾ കൊടുന്നിട്ട് ഈ കമ്പി, ഇത് കരണ്ടടുപ്പിൻ്റെ കമ്പി കേട്ടോ. കരണ്ടടുപ്പ് കേടായിരുന്നു. കരണ്ടിൻ്റെ ഗ്രില്ലറുണ്ട്, അത് കേടായപ്പോഴാണ് ഞങ്ങൾ അടുപ്പത്ത് ഇട്ടത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അടുപ്പത്ത് ഇട്ടപ്പോൾ. കനലൊക്കെ ചിരട്ട കത്തിച്ച് കനലുണ്ടാക്കി ഇങ്ങനെ അടുപ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കമ്പി വെച്ചിട്ട് ആ കമ്പിമ്മ സൺഫ്ലവർ ഓയിൽ പറ്റി കൊടുത്തിട്ടോ. എന്നിട്ട് അയിമ്മ അങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ അടിപൊളിയായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ അടിയിൽ ഇങ്ങനെ ഒഴിച്ച് നല്ല ഇതിൽ വെച്ചു. കുറച്ചധികം ചിരട്ടൻ്റെ കനൽ വേണം കേട്ടോ. കനലിലിങ്ങനെ കടന്നിട്ട് നല്ലോണം പതുക്കെ പതുക്കെ വെന്ത് എന്തായിരുന്നു ടേസ്റ്റ് അറിയും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗെയ്സ് നമ്മുടെ ഗ്രില്ലർ ചിക്കനൊക്കെ ഒരു ഭാഗം വെന്തു. ഞങ്ങൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ അപ്പുറം ഇങ്ങനെ മറിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട്. നിങ്ങളോട് എങ്ങനെ പറയാം, തിന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ. നല്ല സോഫ്റ്റ് വരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.